സർ, ഭരണഘടന പ്രത്യേകമായ പരിഗണന കൽപ്പിച്ച് നൽകിയിട്ടുള്ള വിഭാഗങ്ങളാണല്ലോ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ഏതൊരു സർക്കാരും കൊടുക്കാൻ ഭരണഘടനാപരമായി ബാധ്യതയുള്ളവരാണ്. അതൊരു ഔദാര്യമോ ഇതുമല്ല. എന്നിരിക്കെ ഇന്ന് കേരളത്തിൽ അങ്ങ് SC ഇതിൻ്റെ മിനിസ്റ്റർ കൂടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നൽകുന്ന ആനുകൂല്യമാണ് ഗ്രാൻസ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇന്ന് ST മേഖലയിൽ നിന്നുള്ള പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള പല SC മേഖലയിൽ നിന്നുള്ള കുട്ടികളും വിദ്യാഭ്യാസം തുടരുന്നതോ പോകുന്നതോ അത് നടക്കുന്നതോ, കാരണം ഭാവിയിലേക്ക് അവരെ ഉയർത്തിയെടുക്കാനുള്ള ഏക മാർഗം വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രാൻസ് മുടങ്ങുന്നതിൻ്റെ പേരിൽ പല കുട്ടികളും വിദ്യാലയങ്ങളിൽ അവരെ എണിപ്പിച്ച് നിർത്തുകയോ അവർ ഫീസ് കൊടുക്കാത്തവരുടെ കൂട്ടത്തിൽ അവർ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു പ്രത്യേക ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ പ്രയാസമോ ബുദ്ധിമുട്ടോ അങ്ങോട്ട് പറയേണ്ടതില്ലല്ലോ. എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾ കേരളത്തിൽ ഇതിൻ്റെ പേരിൽ അവരുടെ ആത്മാഭിമാനം ക്ലാസ് റൂമുകളിൽ ചോദ്യം ചെയ്യപ്പെടുകയും അതിൻ്റെ പേരിൽ പഠനം എന്ന് പറയുന്നത് അവർക്കൊരു ബാധ്യതയോ ബുദ്ധിമുട്ടായി പോകുന്നു. പ്രത്യേകിച്ച് ST വിഭാഗത്തിൽ നോക്കിയാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കണ്ടുവരുന്നു. ഇതുപോലുള്ള സാഹചര്യത്തിൽ ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകാൻ ഈ സർക്കാർ ബാധ്യപ്പെട്ട ഗ്രാൻസ് എങ്കിലും സമയത്ത് നൽകാനുള്ള നടപടി ഉണ്ടാവുമെന്നാണ് ചോദിച്ചത്. സാർ, ഗ്രാൻസിൻ്റെ കാര്യത്തിൽ ചില കുടിശ്ശികയുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ഏകദേശം 456 കോടി രൂപ പിന്നോക്ക ST കുട്ടികൾക്ക് വേണ്ടി നൽകിയത്. ഇനിയും കുറച്ചുകൂടി കൊടുക്കാനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഇപ്പോൾ 30 കോടി രൂപ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചു, അത് നൽകുകയും ഇത് മുഴുവൻ കൊടുത്തു തീർക്കാൻ വേണ്ടിയുള്ള ബാധ്യത ഗവൺമെൻറ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പറയുമ്പോൾ തന്നെ SC/ST കുട്ടികളെ അവരെ വിദ്യാഭ്യാസത്തിലൂടെ വളർത്താൻ കഴിയുമെന്ന് നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ മോഡൽ സ്കൂൾ ആരംഭിച്ചത്. ഈ വർഷത്തെ SLC റിസൾട്ട് വന്നപ്പോൾ അങ്ങ് ശ്രദ്ധിച്ചു കാണും. നമ്മുടെ കേരളത്തിൽ 32 മോഡൽ സ്കൂളുണ്ട്. അതിൽ 26 മോഡൽ സ്കൂളിലാണ് SLC പരീക്ഷ ചെയ്തത്. ആ 26 മോഡൽ സ്കൂളിലും 100% വിജയം കരസ്ഥമാക്കി എന്നുള്ളത് കാണാതെ പോകരുത്. അവരുടെ വളർച്ചയെ കാണാതെ പോവുകയും അവരുടെ തളർച്ച മാത്രം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതി എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ സർവകലാശാലയിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏകദേശം 691 കുട്ടികളെയാണ് വിദേശ സർവകലാശാലയിൽ അയച്ചത്. അതോടൊപ്പം തന്നെ 255 കുട്ടികളെ ഈ സെപ്റ്റംബർ മാസമാകുമ്പോൾ വിദേശ സർവകലാശാലയിലേക്ക് വിടുകയാണ്. 5 കുട്ടികളെ കൊമേഴ്സ്യൽ പൈലറ്റ്മാരായി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെയുള്ള എല്ലാ കാര്യവും പഠിച്ചു കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരേത് പഠനമാണ് നടത്തിയത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. 250 ട്രൈബൽ കുട്ടികളെ, പാരാമെഡിക്കൽ കഴിഞ്ഞ ആളുകൾ, BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ കുട്ടികളെ 250 പേരെ STയിൽ നിന്നും എടുത്ത് ഓരോ പ്രദേശത്തും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 800 കുട്ടികളെ SC വിഭാഗത്തിൽ നിന്ന് എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അക്രഡിറ്റഡ് എഞ്ചിനീയർമാരായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ തൊഴിലും വരുമാനവും ആർജിക്കുക വിദ്യാഭ്യാസം കഴിഞ്ഞ ആളുകൾക്കും ഞാൻ നേരത്തെ പറഞ്ഞു, അവരെ ആത്മാഭിമാനത്തോടും അന്തസ്സോടും കൂടി ജീവിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കി കൊടുക്കുക അതുതന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസാനുകൂല്യങ്ങൾ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. നമ്മൾ ഈ വിദേശ സർവകലാശാലയിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ ചുരുങ്ങിയത് 25 ലക്ഷം വേണം. ഒരു കുട്ടിയെ നമ്മൾ പൈലറ്റ് ആക്കണമെങ്കിൽ 25,50,000 രൂപയോളം ഓരോ കുട്ടികൾക്കും വേണം. അപ്പോൾ നമ്മൾ കൂടുതൽ കോഴ്സുകൾ കുട്ടികൾ ചേരാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വർഷം ബഡ്ജറ്റിൽ അലോട്ട് ചെയ്യുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി വരും. അത് തരുന്നതിന് വേണ്ടി ധനകാര്യ വകുപ്പ് പലപ്പോഴും ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടി സഹായം നൽകണം എന്ന് ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടിട്ടുണ്ട്. ആ മുഖ്യമന്ത്രി കൂടെ ഇടപെട്ടുകൊണ്ടാണ് 400-ലധികം കോടി രൂപ ഇപ്പോൾ ലഭ്യമാക്കിയിരിക്കുന്നത്.